ഈ പോണ്ടിച്ചേരിയും ടി.വി.കെ തൂക്കുമോ? അഭിരാമിക്ക് എന്ത് തോന്നുന്നു? ഈ പോണ്ടിച്ചേരിയിൽ വിജയം നടത്തിയ റോഡ് ഷോ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ചങ്കിടിപ്പിക്കുന്നത് തന്നെയാണ്. കൊച്ചു സംസ്ഥാനമാണെങ്കിലും 10,000-കണക്കിന് പേരാണ് വിജയുടെ റോഡ് ഷോ കാണാനും അതുപോലെ തന്നെ വാഹനത്തിന് പിന്നാലെയുമായി ഒഴുകിയെത്തിയിരുന്നത്. ഇത് ശരിക്കും ഒരു ട്രെൻഡ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഇനി വോട്ടായിട്ട് മാറിയാൽ തീർച്ചയായിട്ടും പോണ്ടിച്ചേരിയിൽ ഒരു ഭരണമാറ്റത്തിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. തമിഴ്നാടായാലും പോണ്ടിച്ചേരി ആയാലും ടി.വി.കെക്ക് വേണ്ടി വിജയം നടത്തുന്ന എല്ലാ പ്രചരണങ്ങളും തന്നെ വൻ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മണ്ഡലമായ കൊളുത്തൂർ വഴി മുമ്പ് വിജയുടെ ഒരു റോഡ് ഷോ പോയപ്പോൾ ഉണ്ടായ ആൾക്കൂട്ടം തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. DMK കോട്ടയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ മറ്റിടങ്ങളിലെ കാര്യം പിന്നെ പറയാതിരിക്കുന്നതാണ് ഭേദം. ഈ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്കാണ് 230 നിയമസഭാ മണ്ഡലങ്ങളിലും ടി.വി.കെ മത്സരിക്കുന്നത്. ഇതും അവരുടെ ഒരു വാശിയേറ്റാൻ കാരണമായിട്ടുണ്ട്. വളരെ വീറോടുകൂടിയാണ് വിജയ് തമിഴകത്ത് പ്രചരണം എന്തായാലും നടത്തിവരുന്നത്. സ്ത്രീകളുടെയും യുവാക്കളുടെയും വോട്ടുകൾ വലിയ രൂപത്തിൽ ടി.വി.കെ കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വിലയിരുത്തുന്നത്. ഈ DMK സഖ്യമായിട്ടും അതുപോലെ തന്നെ അണ്ണാ DMK സഖ്യമായിട്ടുമാണ് പ്രധാനമായിട്ടും തമിഴ്നാട്ടിലെ ടി.വി.കെ ഏറ്റുമുട്ടുന്നത്. ഈ ദ്രാവിഡ പാർട്ടികളുടെ കോട്ട ഉടയ്ക്കുക തന്നെയാണ് ടി.വി.കെയുടെ പ്രധാന ലക്ഷ്യം. അങ്ങനെ സംഭവിച്ചാൽ അതൊരു ചരിത്രം തന്നെയായിട്ടാണ് മാറുക. ഈ ജയലളിതയുടെ മരണത്തോടുകൂടി ഒരു സ്റ്റാർ ക്യാമ്പയിനർ ഇല്ലാത്തത് അണ്ണാ DMK മുന്നണിയെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. മാത്രമല്ല ഈ അണ്ണാ DMKയിൽ അടുത്ത കാലത്തൊരു പിളർപ്പും ഉണ്ടായിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയും അണ്ണാ DMK നേതാവുമായിരുന്ന ഒ പനീർശെൽവം ഇപ്പോൾ DMK മുന്നണിയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. BJPയുമായുള്ള കൂട്ടുകെട്ട് അണ്ണാ DMK സഖ്യത്തിന് ദോഷമാണോ അല്ലെങ്കിൽ ഇനി ഗുണമാണോ ചെയ്യുക എന്നതും ഈ തെരഞ്ഞെടുപ്പിലാണ് എന്തായാലും അറിയാൻ പോകുന്നത്. ഈ DMK സഖ്യത്തില് കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെ നിരവധി ഘടക കക്ഷികളുണ്ട്. ഏറ്റവും വലിയ മുന്നണിയും ഇത് തന്നെയാണ്. ഇപ്പോഴും മുഖ്യമന്ത്രി സ്റ്റാലിനെ തന്നെ ക്രൗഡ് പുള്ളറായി ഇറക്കേണ്ട അവസ്ഥയാണ് DMK മുന്നണിക്കുള്ളത്. മാത്രമല്ല ഈ ഒരു 3 വിഭാഗത്തിന് പുറമെ നാം തമിഴർ കച്ചി എന്ന് പറയുന്ന ഒരു പാർട്ടിയും അവിടെ മത്സരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വലിയൊരു ചലനം സൃഷ്ടിക്കാനുള്ള ശേഷി ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ യുവത്വത്തിന്റെ പ്രസരിപ്പോടെ വിജയം നിറഞ്ഞാടുമ്പോൾ അത് മുഖ്യധാര പാർട്ടികളെ സംബന്ധിച്ച് തമിഴ്നാട്ടിലായാലും അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലായാലും വലിയ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത്.